Hi friends, welcome back to jaya'srecipes. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുട്ട് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ വന്നതല്ല കേട്ടോ. ഇതിൽ സാധാരണ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഒരു 1-2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഞാൻ ഈ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിന് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു 3 ചെറിയ ഉള്ളി. ഇത് ചെറുതാണ് കേട്ടോ അത് സൈസ്. അപ്പോൾ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു വലിയ കഷ്ണം പുട്ടിൻ്റെ ഒരു പൊടിയാണ് നനച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റായിട്ട് പിടിക്കൊന്നും വേണ്ട. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ഇതിൽ വ്യത്യാസമൊക്കെ വരുത്താം. ഞാനിപ്പോൾ എൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് ഞാനിതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് പറയുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു വലിയ നുള്ള് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരു 2 മണിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നനച്ച് വെച്ച പൊടിയാണത്. അപ്പോൾ നിങ്ങൾ സാധാരണ പുട്ടിന് നനച്ച് വെക്കണ പോലെ നനച്ച് വെച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് നാളികേരം ചേർക്കുക. നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ ഞാനൊരു വലിയ പിടി നാളികേരം ചേർത്തിട്ടുണ്ട്. പിന്നെ പുട്ടിലൊക്കെ നാളികേരം നല്ല ചേർത്താലാണ് അതിന് നല്ല ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത്ര ചേർക്കുക. പിന്നെ പുട്ടെന്ന് പറഞ്ഞാൽ വെറും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ നാളികേരം ചേർക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇനി ഞാനിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ലേശം നേരമൊന്ന് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അതൊന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് വയ്ക്കാം. അല്ലാച്ച നേരിട്ടിട്ട് ഉണ്ടാക്കാവുന്നതാണ് അത് കേട്ടോ. പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് അതിലേക്ക് പിടിക്കണം കേട്ടോ. നന്നായിട്ടത് മിക്സ് ചെയ്യണം, അത് ശ്രദ്ധിക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു പാത്രമാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മളിതിനെ വല്ലാതെ കുത്തി നിറയ്ക്കാൻ പാടില്ല കേട്ടോ. കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റീം വരില്ല. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ട് പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അതിങ്ങനെ അമർത്തരുത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അത് അമർത്തുന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയും പുട്ടിൻ്റെ പൊടി ബാക്കി വന്നു. കാരണം ഞാൻ കുറച്ച് നാളികേരം കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ കുറച്ച് നല്ല അത്യാവശ്യം കുറച്ച് കൂടുതൽ നാളികേരമൊക്കെ ചേർത്ത കാരണം ഒരു പകുതി പിന്നെ ഒരു ഹാഫ് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ള ആ ഒരു പൊടി ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തൊണ്ട് ഒരു 1.5 കഷ്ണം അങ്ങനെ ചിരട്ടപ്പുട്ടിൻ്റെ വലുപ്പാട്ടോ അതിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക വേണ്ടു. അതിങ്ങനെ സ്റ്റീം ആവി വരുമ്പോൾ പിന്നെ ഈ ചെറിയ ഉള്ളിയുടെ ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരും കേട്ടോ. നല്ല ഒരു മണം വരും. പിന്നെ നല്ലൊരു ടേസ്റ്റാണിത്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് റംജ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.